നാമും എല്ലാവരും അല്ലാഹുവിന്റെ ആ വലിയ വിജയം ആഗ്രഹിച്ചുകൊണ്ട്, റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, ജീവിതത്തിൽ പരമാവധി അമലുകൾ ചെയ്തുകൊണ്ട്, ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാവട്ടെ. നിസ്കാരം ഉപേക്ഷിക്കേണ്ട മുഅ്മിനീങ്ങളെ, ആരോടും കള്ളം പറയാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല, വിദ്വേഷം വേണ്ട, അസൂയ വേണ്ട, ഒരാളോടും വെറുപ്പ് വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്നുള്ള ചിന്ത നമുക്ക് വേണം. അതേ, മരിക്കാൻ കാരണങ്ങൾ വേണ്ട, മരിക്കാൻ രോഗങ്ങൾ വേണ്ട. കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായ ആത്തൂർ സഅദ് മുസ്ലിയാർ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു നേതാവല്ലയോ, മഹാനായ ശൈഖുനാ ഉസ്താദ് കാന്തപുരം ഉസ്താദ് വരുന്ന പരിപാടിയിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണിക്കുന്ന ഒരു വോയിസും വിനീതനായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹുവിന്റെ ആ വലിയ വിധി, പ്രിയപ്പെട്ടവരെ, ആ വിധിക്ക് മുമ്പിൽ അതേ ആർക്കും കീഴ്പ്പെടാതെ കഴിയില്ല. പെട്ടെന്ന് അങ്ങോട്ട് മരണപ്പെട്ടു പോയപ്പോൾ അല്ലാഹു അവർക്ക് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ആ കുടുംബത്തിന് അല്ലാഹു ഖൈറും ക്ഷമയും നൽകുമാറാവട്ടെ. ഇന്നലെ നിങ്ങൾ കണ്ടോ മുഅ്മിനീങ്ങളെ, അഡ്യാർ കണ്ണൂർ ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ കരീം എന്ന് പറയുന്ന ഹാജിയാരുടെ ഒരു മകൾ ലൈല ആഫിയ എന്ന് പറയുന്ന ഒരു പൊന്നോമന മകൾ ഇന്നലെ അതാ ഞായറാഴ്ച നിക്കാഹ് നടന്നു. രാത്രി അതാ മണിയറ കൂടുന്നു. എത്ര കാലമായി ആ ഒരു രാവിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ ഒരു കല്യാണത്തിന് വേണ്ടി എത്ര ഒരുക്കങ്ങളാ നടത്തിയത്. മുഅ്മിനീങ്ങളെ, ഒന്നാമത്തെ രാത്രി മണിയറ കൂടിയതല്ലേ, പാതിരാ സമയത്ത് 3 മണിക്കതാ അറ്റാക്ക് സംഭവിച്ചു പോയി. ആ പുതുമണവാട്ടിയതാ ഒരു ദിവസം പോലും ഈ മാരന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടാതെ അവിടുന്ന് പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരെയും നാട്ടുകാരെയും ആ കല്യാണത്തിൽ കൂടിയവരെയും എന്തിനധികം കേൾക്കുന്ന നമ്മളെ പോലും വേദനിപ്പിച്ചുകൊണ്ട് അവിടുന്ന് വിടാൻ പറഞ്ഞു പോയി. എങ്കിൽ സുബ്ഹാനല്ലാഹ്, എത്ര സ്വർണം ധരിച്ചു, അതേ കല്യാണ സാരിയുണ്ട്, അതേ കല്യാണത്തിന് വേണ്ടി ഒരുക്കിയ പന്തൽ പോലും അവിടുന്ന് അഴിച്ചു വെച്ചിട്ടുണ്ടാകില്ല. ആ കല്യാണത്തിന്റെ അന്ന് ചൂടിയ മുല്ലപ്പൂവിന്റെ ആ മണം പോലും മാറിയിട്ടുണ്ടാകില്ല. അത്ര മാത്രമേ ആയുസ് ഉണ്ടായുള്ളൂ. പുതുപെണ്ണ് എന്ന് പറയാനുള്ള ആയുസ് ഒരു 24 മണിക്കൂർ പോലും ഇല്ലാത്ത രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടി അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒക്കെയും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് നാം സംസാരിക്കുന്ന ഒരു പക്ഷേ നാളെ കേൾക്കുന്നത് എൻ്റെ മരണ വാർത്തയാണെങ്കിലോ, ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ഇന്ന് ഹയാത്തോടെ ഇരിക്കുന്നു, ഒരു പക്ഷേ നാളെ നമ്മളെ കുറിച്ച് മയ്യത്ത് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായെങ്കിലോ അതിന് തടസ്സമില്ലല്ലോ. അതുകൊണ്ട് ഏത് സമയത്തും മരിച്ചേക്കാം, മരണം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയോടെ റബ്ബിനെ പേടിച്ച് ജീവിച്ചോളൂ. ധാരാളം നന്മ ചെയ്തോളൂ. ഹറാമ് വേണ്ട ഉമ്മമാരെ, അരുതായ്മകളിലേക്ക് പോകേണ്ട ചെറുപ്പക്കാരാ. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന യജമാനനായ റബ്ബുണ്ട്. ആ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ധാരാളം നന്മ ചെയ്യാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. നിന്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ.